അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 5-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ദാവീദാണ് എഴുതിയത് എന്ന് ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 5-ാം സങ്കീർത്തനം. 5-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഭക്തൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് താൻ പ്രാർത്ഥിക്കുന്നത്. ദൈവവുമായി നല്ല ബന്ധമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് തൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 2-ാം വാക്യം തുടങ്ങുന്നത് തന്നെ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തെ തൻ്റെ കർത്താവും രാജാവുമായി അംഗീകരിച്ച വ്യക്തികൾക്ക് ഇപ്രകാരം പറയുവാൻ സാധിക്കൂ. ദൈവമായ തൻ്റെ രാജാവിനാലാണ് സങ്കീർത്തനക്കാരൻ നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് സാരം. സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തികൾ കൊള്ളയും കൊലപാതകവും നടത്തി കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കുകയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്ന സകല മനുഷ്യർക്കും തനിക്ക് തന്നെയും പ്രശ്നക്കാരനായി തീരുകയും ചെയ്യുമ്പോൾ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവർ സകലരോടും സമാധാനമായി ജീവിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. ദാവീദ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സംസാരം, കേൾവി, പാപപ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ദൈവഭയമുള്ള ഒരു വ്യക്തിയാണ്. വളരെ സങ്കടങ്ങൾ തനിക്കുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ തൻ്റെ പ്രശ്നങ്ങൾ അറിയിച്ചാൽ തൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുമെന്ന ഉറപ്പ് സങ്കീർത്തനക്കാരനുണ്ട്. കാരണം തൻ്റെ രാജാവായ യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു സകലത്തെയും സൃഷ്ടിച്ചവനും സകല പ്രശ്നങ്ങളുടെയും പരിഹാരകനുമാണ് എന്ന് തനിക്കറിയാം. 5-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇൻ ദ മോർണിംഗ് ഐ ലേ മൈ റിക്വസ്റ്റ് ബിഫോർ യു ആൻഡ് വെയിറ്റ് ഇൻ എക്സ്പെക്ടേഷൻ എന്നാണ് NIV ഇംഗ്ലീഷ് വേർഷനിൽ ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രാവിലെ ഞാൻ എൻ്റെ അപേക്ഷ നിൻ്റെ മുമ്പാകെ സമർപ്പിച്ച് പ്രതീക്ഷയോടെ നിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുന്നുവെന്ന് സാരം. 5-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ ദൈവം നമ്മുടെ പിതാവാണ്, എങ്കിലും നാം നമ്മുടെ ഹൃദയത്തെ നമ്മെ ഭരിക്കുന്നതിനായി കർത്താവായ യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിക്കണം. എന്നാൽ നിശ്ചയമായും യേശു നമ്മെ ഭരിക്കും. ഭരിക്കുക എന്ന വാക്കിന് അപ്പോസ്തലനായ പൗലോസ് തരുന്ന അർത്ഥം പോറ്റി പുലർത്തുക എന്നാണ്. നാം നടക്കേണ്ടുന്ന പാതയിൽ കൂടി നമ്മെ കരം പിടിച്ച് യേശു നമ്മെ നടത്തും. തെറ്റായ പാതയിൽ, പാപത്തിൻ്റെ വലകളുള്ള ജീവിത പാതയിൽ തെറ്റിച്ചെല്ലാതിരിക്കുവാൻ യേശു നമ്മുടെ കാലുകളെ നിയന്ത്രിക്കും. സംഖ്യാപുസ്തകം 22 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ ബിലയാം എന്ന ഒരു പ്രവാചകനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രയേൽ ജനത്തെ ശപിക്കുന്നതിനായി ബാലാക്ക് എന്ന മോവാബ് രാജാവ് ബിലയാമിന് നിർദ്ദേശം കൊടുത്തപ്പോൾ അവൻ യഹോവയോട് ചോദിക്കുവാൻ ചെന്നു. കർത്താവ് ഉള്ള കാര്യം ഉള്ളതുപോലെ ബിലയാമിനെ അറിയിച്ചു. ബിലയാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടി നോ എന്നായിരുന്നു. നീ പോകരുത് എന്ന് ദൈവം ബിലയാമിനെ ഉപദേശിച്ചു. കാരണം ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ ജനവും തനിച്ച് പാർക്കുന്നവരും വിശുദ്ധരുമാകുന്നു എന്ന് ദൈവം ബിലയാമിനെ ഉപദേശിച്ചു. അവരെ ബിലയാമേ, നീ ശപിച്ചാൽ നീ ശപിക്കപ്പെട്ടു പോകും. കാരണം ദൈവം അബ്രഹാമിന് കൊടുത്തിരുന്ന അനുഗ്രഹമാണ് ഇസ്രയേൽ ജനത്തെ പിന്തുടരുന്നത്. ബാലാക്കിൻ്റെ സ്വർണ്ണ കൂമ്പാരം കണ്ടപ്പോൾ യഹോവയുടെ വിലയേറിയ ഉപദേശത്തിന് പുല്ലുവില പോലും ബിലയാം കൊടുത്തില്ല. ബിലയാം ഇസ്രയേൽ മക്കളെ ശപിച്ചില്ല. എന്നാൽ താൻ ഉപായത്താൽ ഇസ്രയേൽ മക്കൾ ശാപഗ്രസ്തരാകുവാൻ ഇടവരുത്തുന്ന പാപം അവരെ കൊണ്ട് ചെയ്യിക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു. ആ ഉപദേശത്തെ ബിലയാമിൻ്റെ ഉപദേശം എന്നാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യമാണ് നാം കേട്ടത്. ബിലയാമിൻ്റെ ആഗ്രഹം ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണം എന്ന് സംഖ്യാപുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബിലയാമിൻ്റെ ആഗ്രഹം ദൈവം പ്രസാദിക്കുന്ന ആഗ്രഹമായിരുന്നുവെങ്കിലും ഇവനെ കൺട്രോൾ ചെയ്യുവാൻ, ഇവനെ നിയന്ത്രിക്കുവാൻ, ഇവനെ പാപ വഴികളിൽ നിന്നും രക്ഷിക്കുവാൻ നോക്കിയ യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവൻ കബളിപ്പിക്കുവാൻ ശ്രമിച്ചു. ദൈവം ഇവനോട് കൽപ്പിച്ച കൽപ്പന ഇവൻ അനുസരിച്ച് ഇസ്രയേൽ ജനത്തെ ശപിക്കാതിരുന്നു.
ഇവൻ ഇസ്രയേൽ ജനത്തെ ശപിച്ചില്ല, എന്നാൽ സ്വർണം കിലുങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ ഇവനെല്ലാം ദ്രവ്യാഗ്രഹത്തിന് ജീവൻ വെച്ചു. ബാലാക്കിൻ്റെ ബഹുമാനവും അവൻ കൊടുക്കുന്ന സ്വർണവും കരസ്ഥമാക്കുവാൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കഷ്ണം ഉണങ്ങിയ അപ്പത്തിനും ഒരു പിടി യവത്തിനും വേണ്ടി ബിലയാം ജീവൻ്റെ ഉറവയായ യഹോവയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീരുവാൻ തക്കവണ്ണം അവരെ കൊണ്ട് പാപം ചെയ്യിച്ചു. അതുകൊണ്ട് എന്ത് ഗുണം ആണ് ബിലയാമിന് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, ഭക്തൻ മരിക്കുന്നത് പോലെ ബിലയാമിന് മരിക്കുവാൻ കഴിയാതെ ദുഷ്പ്രവർത്തിക്കാർ മരിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കളുടെ വാൾ കൊണ്ട് അവൻ കൊല്ലപ്പെടേണ്ടി വന്നു. യോശുവ 13-ാം അധ്യായം 22 മുതൽ 23 വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിൻ്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ ഭക്തനായിരുന്ന ബിലയാം ദൈവത്തെ പറ്റിക്കുവാൻ ശ്രമിച്ചപ്പോൾ പ്രശ്നക്കാരനായ ബിലയാം ആയിത്തീർന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുകയും സ്നാനം മുങ്ങുകയും ചെയ്തതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങൾ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കാതെ നമുക്ക് ബോധിച്ചതുപോലെ ജീവിച്ചാൽ നമ്മുടെ ശത്രുവായ സാത്താനെ ദൈവം ശിക്ഷിക്കുമ്പോൾ നാമും പ്രതിസന്ധിയിലാകുവാനിടയായിത്തീരുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മെ ഭരിക്കുവാൻ പൂർണ്ണ ചുമതല കൊടുത്ത ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശീലിക്കാം. ദൈവവചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ കൽപ്പനയാകുന്ന വചനം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവവചനം അനുസരിക്കുന്നവർക്ക് ദൈവം സംരക്ഷണം കൊടുക്കുമെന്ന് 1-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമുക്ക് ദൈവം ഉറപ്പ് തരുന്നുണ്ട്. ഗോഡ് വാച്ചസ് ഓവർ ദ വേ ഓഫ് റൈച്ചസ് എന്നാണ് ഈ വാക്യം ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപവഴികളിൽ ജീവിക്കാതെ ദൈവം ഇഷ്ടപ്പെടുന്ന ജീവിത രീതി നാം തിരഞ്ഞെടുത്താൽ നിശ്ചയമായും സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പറയുവാൻ കഴിയും, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ എൻ്റെ അപേക്ഷ തയ്യാറാക്കി അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ മറുപടിക്കായി കാത്തിരിക്കുന്നുവെന്ന്. തന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോവുകയില്ല എന്ന് 25-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ കൂടി കർത്താവ് അപ്പോൾ നമുക്ക് മറുപടി തരികയും ചെയ്യും. എന്നാൽ ഒരു കാര്യം നാം ഓർത്തിരിക്കണം, കർത്താവിൻ്റെ സമയത്ത് മാത്രമേ അവൻ നമുക്ക് മറുപടി തരികയുള്ളൂ എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. ഈ യാഥാർത്ഥ്യം നാം മറക്കുമ്പോൾ നിരാശയും അവിശ്വാസവും സങ്കടവും നമ്മെ പിടികൂടുമെന്ന് നാം മനസ്സിലാക്കണം. നമ്മെ അവിശ്വാസം പിടികൂടുന്ന സമയമായിരിക്കും അത്. തന്നെയുമല്ല, ചില പ്രാർത്ഥനയ്ക്ക് ബിലയാമിന് ദൈവം കൊടുത്ത മറുപടിയായിരിക്കും നമുക്കും തരുന്നത്. ബാലാക്കിൻ്റെ സമ്മാനം വാങ്ങുവാൻ ഇസ്രയേലിനെ ശപിക്കുന്നതിനായി അവൻ്റെ കൂടെ പോകരുത് എന്നായിരുന്നു ദൈവത്തിൻ്റെ മറുപടി. ഈ മറുപടി ബിലയാം ഇഷ്ടപ്പെടാത്ത മറുപടിയായിരുന്നു. എങ്കിലും ആ മറുപടിയിൽ ബിലയാം സന്തോഷിച്ചെങ്കിൽ അവൻ്റെ ജീവിതം ആയുസിൻ്റെ മധ്യ തീർന്നു പോകുകയില്ലായിരുന്നു. നീ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുതെന്ന് ബാരൂക്കിനോട് കർത്താവ് പറഞ്ഞത് നാം എപ്പോഴും ഓർക്കണം. ദൈവം ബാരൂക്കിനോട് തുടർന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എങ്കിലും നിൻ്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും എന്നാണ് ദൈവം യിരെമ്യാവിൽ കൂടി ബാരൂക്കിനോട് പറഞ്ഞത്. യിരെമ്യാ പ്രവചനം 45-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാൽ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആകയാൽ ബിലയാമിന് ദൈവം മറുപടി കൊടുത്തതുപോലെ നാം ഇഷ്ടപ്പെടാത്ത മറുപടി പ്രാർത്ഥനയ്ക്ക് തരുമ്പോഴോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ചുവപ്പിലേറ്റ് അഥവാ മറുപടി തരികയില്ല എന്ന് മോശയോട് പറഞ്ഞതുപോലെ പറയുമ്പോഴോ നാം നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കണം. കനാൻ ദേശത്തൊന്ന് പോയി കണ്ടതിന് ശേഷം ഞാൻ മടങ്ങി വന്നുകൊള്ളാം എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, ഇനി നീ ഈ കാര്യം മിണ്ടരുത് എന്നാണ് കർത്താവ് ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായ മോശയോട് കൽപ്പിച്ചതെന്ന് ആവർത്തന പുസ്തകം 3-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം നാം പ്രതീക്ഷിക്കുന്ന മറുപടി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തരാതിരിക്കുമ്പോൾ ദൈവത്തിനെതിരെ പിറുപിറുക്കുകയോ നിരാശപ്പെടുകയോ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിപ്പാൻ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് ബിലയാമിനോട് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ പോകരുതെന്ന് പറഞ്ഞത് ബിലയാമിന് ദോഷം ഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തെ പറ്റിക്കുവാൻ നോക്കിയ ബിലയാമിനെ ഇസ്രായേൽ ജനം വാൾ കൊണ്ട് വെട്ടി കൊന്നുകളഞ്ഞു. അതായത് ദൈവഹിതപ്രകാരമല്ലാതെ ദൈവജനമായ ഇസ്രായേൽ ജനത്തെ തകർത്തുകൊണ്ട് ബിലയാം നേടിയ ബാലാക്ക് എന്ന മോവാബ് രാജാവിൻ്റെ സ്വർണവും ബഹുമാനവും ഉപയോഗിക്കുവാൻ അവന് കഴിഞ്ഞില്ല. ദൈവം നമുക്ക് മുൻപിൽ ഒരു വഴി അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മോട് അവന് സ്നേഹവും കരുതലുമില്ല എന്നല്ല. ദൈവം അടച്ച വാതിൽ തള്ളി തുറന്ന് നാം മുന്നോട്ട് പോയാൽ ആ വഴി മരണവഴികളാകുവാനും നമ്മുടെ ആത്മീക ജീവന് പ്രതിസന്ധി വരുവാനും സാധ്യതയുണ്ട്.
മറ്റൊരു വാതിൽ തുറന്നു വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മുൻപിൽ ദൈവം ഒരു വാതിൽ അടയ്ക്കുകയുള്ളൂ. അടഞ്ഞ വാതിൽ തള്ളി തുറന്ന അപകടത്തിൽ വീഴാതെ നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ അനുസരണക്കേടുകൊണ്ടും പാപങ്ങൾ കൊണ്ടും നമ്മുടെ നല്ല വഴികൾ അടയാറുണ്ട് എന്ന കാര്യം നാം മറന്നു കളയരുത്. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് ബൈബിളിൽ വാക്യമുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ നാം ഒരു കാര്യത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഭക്തൻ ആഗ്രഹിക്കേണ്ട വിഷയമാണോ എന്ന് നാം ശോധന ചെയ്യണം. സങ്കീർത്തനക്കാരൻ നല്ല വിശ്വാസം ദൈവത്തിലുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, നിൻ്റെ മറുപടിക്കായി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ദാവീദെപ്പോഴെല്ലാം അപ്രകാരം ദൈവത്തെ കാത്തിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം അവൻ്റെ രക്ഷയ്ക്കായി ഓടിച്ചെന്നിട്ടുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ അവൻ സിംഹത്തിനോ കരടിക്കോ ഗോലിയാത്തിനോ അബ്ശലോമിനോ ഇരയായി തീരുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും നാം നിൽക്കുന്നത് അഥവാ നാം ജീവിക്കുന്നത് ദൈവം അനുവദിച്ചിരിക്കുന്ന സ്ഥലത്താണോ, ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന ജീവിത രീതിയാണോ നമ്മുടേതെന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല പ്രശ്നങ്ങളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ദൈവം പ്രയോജനപ്പെടുത്തുകയും നമ്മെ ജയാളികളാക്കി തീർക്കുകയും ചെയ്യുമെന്നതിന് സംശയമില്ല. എല്ലാം നഷ്ടപ്പെട്ടവളായ നവോമി തൻ്റെ സ്വദേശത്തേക്ക് വിധവയായ തൻ്റെ മരുമകൾ രൂത്തിനെയും കൊണ്ട് യഹോവയെ അന്വേഷിച്ച് മടങ്ങിപ്പോവുകയാണ്. നവോമിയുടെയും രൂത്തിൻ്റെയും ആ യാത്ര നമുക്ക് മനസ്സിൽ ഒന്ന് കാണാമോ? ലോകപ്രകാരം നോക്കിയ രണ്ടുപേരുടെയും ഹൃദയത്തിലെ സകല പ്രതീക്ഷകൾ മറ്റു പോയിരുന്നു എന്ന് ചിന്തിക്കാം. നവോമിയുടെ 2 ആൺമക്കളും തൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഒരു മരുമകൾ അവളുടെ ദൈവത്തിൻ്റെയും അപ്പൻ്റെയും അടുക്കിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമായ കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവ വിധവയായ രൂത്തിനെ തീർത്തും അനാഥയും വിധവയുമായി തീർന്ന നവോമിയോട് കരുണ തോന്നുമാറാക്കി. കാരണം നവോമിയുടെ നല്ല കാലത്തും അവൾ യഹോവ ഭക്തയായിരുന്നു. നവോമിയിൽ നിന്നാണ് രൂത്ത് യഹോവയെക്കുറിച്ച് അറിയുന്നത് തന്നെ. അത്രമാത്രം യഹോവയോട് പറ്റി നിന്നവളായിരുന്നു നവോമി. എന്നാൽ ദൈവഭയമില്ലാത്ത തൻ്റെ ഭർത്താവും 2 ആൺമക്കളും ഇസ്രായേൽ ജനത്തെ സഹായിക്കാതിരുന്ന മോവാബിയരുടെ നാട്ടിലേക്ക് ജോലിക്കായി കടന്നുപോയി. അപ്പത്തിൻ്റെ ഭവനവും തങ്ങളുടെ സ്വദേശവുമായ ബെത്ലഹേമിൽ ആഹാരം കുറഞ്ഞതുകൊണ്ടാണ് മോവാബിലേക്ക് അവർ പോയത്. നവോമിക്ക് മോവാബ് യാത്രയിൽ താല്പര്യമില്ലായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നവോമി ഭർത്താവിൻ്റെയും മക്കളുടെയും ഇഷ്ടത്തിന് വഴങ്ങിയെന്നേ ഉള്ളൂ. തൻ്റെ ഭർത്താവും 2 ആൺമക്കളും തനിക്ക് നഷ്ടമായെങ്കിലും അവൾ തൻ്റെ ദൈവത്തെങ്കിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ തന്നെ തീരുമാനിച്ചു. അതെ, ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടി ഒരു നല്ല സഹായിയെ ഒരുക്കുന്നവനാണ് യഹോവയാ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. വിലയം ചെയ്തതുപോലെ ദൈവത്തെ കബളിപ്പിക്കുവാൻ ശ്രമിക്കാതെ, ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നാം ജീവിച്ചാൽ മനുഷ്യരുടെ സഹായം നമുക്ക് ലഭിക്കുവാനുള്ള ഒരു സാഹചര്യമില്ലാതിരുന്നാലും ഉയരത്തിൽ നിന്നും കൈ നീട്ടി നമ്മെ രക്ഷിക്കുന്ന വീരനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യും. 5-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ദാവീദ് പ്രസ്താവിക്കുകയാണ്. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ആയതിനാൽ ദൈവകൽപ്പന അനുസരിക്കുവാൻ തീരുമാനമെടുത്താൽ നാം ദുഷ്ടതയിൽ സന്തോഷിക്കാതെ ജീവിക്കണം. ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയില്ല എന്ന് 5-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നാം ആരും ദൈവം വെറുക്കുന്ന ഒരു ദുഷ്ടതയും പാപവും ചെയ്യാതെ ജീവിക്കുകയും പാപത്തിൽ രസിക്കുന്നവരുമായി ചങ്ങാത്തം കൂടുവാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം പാപത്തിലും ദുഷ്ടതയിലും രസിക്കുന്നവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവത്തിനോ ദൈവവചനത്തിനോ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. അവരുടെ സ്വഭാവം നാം പഠിക്കുവാൻ വരാതിരിക്കേണ്ടതിന് ദൈവത്തെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവർ അങ്ങനെയുള്ള സ്വഭാവവും സ്വഭാവക്കാരെയും ഉപേക്ഷിക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യണം. നാം അപ്രകാരം ചെയ്തില്ല എങ്കിൽ നമ്മുടെ നിത്യജീവന് വലിയ അപകടം നാം വിളിച്ചു വരുത്തും എന്ന് നാം ഓർക്കണം. അഹങ്കാരികൾ ദൈവസന്നിധിയിൽ നിലനിൽക്കുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അഹങ്കാരികളുമായി ചങ്ങാത്തം കൂടിയാൽ നാം ലജ്ജിക്കേണ്ടി വരും. നീതിയോട് പ്രവർത്തിക്കുന്നവരെ ദൈവം പകയ്ക്കുന്നുവെന്നും ഭോഷ്ക് പറയുന്നവരെ ദൈവം നശിപ്പിക്കുമെന്നും രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവായി നമ്മെ നിയന്ത്രിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായും നീതികേട് പ്രവർത്തിക്കുന്നവരെയും ഭോഷ്ക് പറയുന്നവരെയും രക്തപാതകവും ചതിവുമുള്ളവരെയും നാം അകറ്റി നിർത്തുന്നതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇന്നോ നാളെയോ നാം ദൈവകൃപയിൽ നിന്നും വീഴുവാൻ അവർ മുഖാന്തരമായി തീരുവാൻ സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും വാസ്തവമായി യേശു ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരുമായുള്ള ചങ്ങാത്തം ഉപേക്ഷിക്കേണ്ടി വരും.
രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. ഒന്നുകിൽ നാം യേശുവിനെ അനുസരിച്ച് അവനെ മാത്രം സേവിക്കും, അല്ലെങ്കിൽ നാം യേശുവിനെ ഉപേക്ഷിച്ച് സാത്താൻ്റെ സകല പ്രവൃത്തികളും ചെയ്ത് ജീവിക്കും. സകല പാപത്തിൻ്റെയും യജമാനൻ സാത്താനാണെന്നും പാപം ചെയ്യുന്നവനെല്ലാം സാത്താൻ്റെ ആകുന്നു എന്നും എപ്പോഴും നാം ഓർക്കണം. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ നാം നമ്മുടെ പ്രാർത്ഥനയുമായി കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മെ തന്നെ ശോധന ചെയ്യണം. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ നമുക്ക് ദൈവവചനം വായിക്കുകയും അതിൽ നാം അനുസരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.